ആഗ്രഹങ്ങൾ ഉണ്ടായാൽ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമെന്നവനാണ് മനുഷ്യൻ. പക്ഷിമൃഗാദികൾ ആഗ്രഹങ്ങൾ ഉണ്ടായാൽ അവർക്ക് എന്തെങ്കിലും തോന്നിയാൽ പിന്നേക്ക് മാറ്റിവെക്കാറില്ല, അപ്പൊ തന്നെ അത് ചെയ്യും. എവിടെയെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടെന്ന് കണ്ടാൽ, ആ ഭക്ഷണത്തെ കണ്ടാൽ ഉടനെ നാളെ ആ ഭക്ഷണം കഴിക്കാമെന്ന് മാറ്റിവെക്കാറില്ല, അപ്പൊ തന്നെ അവിടത്തേക്ക് പറക്കുന്നു പോകും എല്ലാ പക്ഷികളും. ഒരു കടുവയ്ക്ക് ഒരു മാനിനെ കണ്ടിട്ട് ആ മാനിനെ അടുത്ത മാസം തിന്നാൻ തീരുമാനിക്കില്ല. വിശക്കുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആ മാനിനെ കൊല്ലാൻ പുറപ്പെടും. ഒരു മരം കൊത്തി പക്ഷി അതിന്റെ കൂട് കൂട്ടാൻ ഒരു മരം കൊത്തണം എന്ന് താല്പര്യമുണ്ടായാൽ അപ്പോ അത് നാളേക്ക് മാറ്റിവെക്കില്ല, അപ്പൊ തന്നെ കൊത്താൻ തുടങ്ങും. എന്ന മനുഷ്യന്റെ കാര്യത്തിൽ പക്ഷിമൃഗാദികൾക്കില്ലാത്ത വിഷൻ മനുഷ്യനുണ്ട്. കാഴ്ചപ്പാടുകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, ലക്ഷ്യബോധമുണ്ട്, സ്വപ്നങ്ങളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. പക്ഷെ മൃഗങ്ങളുടെ കാര്യത്തിൽ അവർക്ക് സ്വപ്നങ്ങളോ ലക്ഷ്യബോധങ്ങളോ ഒന്നുമില്ല. പക്ഷെ പരിമിതമാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ ലക്ഷ്യം ചെറുതാണെങ്കിലും അവരപ്പൊ തന്നെ അത് ചെയ്യാൻ തുടങ്ങും. മനുഷ്യന്റെ പ്രശ്നം ലക്ഷ്യം വലുതാണെങ്കിലും അത് ചെയ്യുന്ന കാര്യം പിന്നേക്ക് മാറ്റിവെക്കും. നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ. ഒരു കവിതയുണ്ട്, ഒരു കവിത ഞാൻ കേട്ടിട്ടുണ്ട്. ആ കവിത ഇതാണ്: രാവിലെ എഴുന്നേറ്റ് നടക്കണം, പിന്നെ ആവട്ടെ. കൃഷി ചെയ്യണം, പിന്നെ ആവട്ടെ. നാട്ടുകാരുമായി നന്നായിട്ട് ഇടപെടണം, പിന്നെ ആവട്ടെ. പുസ്തകങ്ങൾ വായിക്കണം, പിന്നെ ആവട്ടെ. നന്നായി എക്സസൈസ് ചെയ്യണം, പിന്നെ ആവട്ടെ. അവസാനം നാട്ടുകാർ പറഞ്ഞു, പിന്നേക്ക് വെക്കാൻ പറ്റില്ല, നാറും, ഇപ്പൊ തന്നെ എടുക്കണം. ഒരു പണി എടുക്കാണ്ട് അവസാനം ചത്തു. അപ്പൊ നാട്ടുകാർ പറഞ്ഞു, പിന്നേക്ക് വെക്കാൻ പറ്റില്ല, ഇപ്പൊ തന്നെ എടുക്കണം. ഇതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ വിഷൻ മിഷനാക്കി മാറ്റാൻ കഴിവുള്ളവരെയാണ് മനുഷ്യൻ. നിങ്ങളുടെ ഈ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നത് എന്തിനാണ്? അവര് പഠിക്കണം, പഠിച്ചിട്ടോ പരീക്ഷ എഴുതണം, പരീക്ഷ എഴുതിയിട്ടോ വിജയിക്കണം, വിജയിച്ചിട്ടോ ജോലി കിട്ടണം, ജോലി കിട്ടിയിട്ടോ ശമ്പളം വാങ്ങണം, ശമ്പളം വാങ്ങിയിട്ടോ വീട് വാങ്ങണം, വീടെടുക്കണം, വീടെടുത്തിട്ടോ കുറെ ഭക്ഷണം വാങ്ങണം, തിന്നണം, കിടന്നുറങ്ങണം, മക്കളെ ഉണ്ടാക്കണം, മുറ്റത്ത് കുറെ പൂക്കൾ പിടിപ്പിക്കണം, തീർന്നു, എന്നിട്ട് മരിക്കണം. ഇതാണോ മനുഷ്യ ജീവിതം? മക്കളെ, രക്ഷിതാക്കളെ, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ലോകത്ത് ഒരു ചരാചരങ്ങൾക്കും ഇല്ലാത്ത വിശാലമായ അത്ഭുതകരമായ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കലാണ് മനുഷ്യ ജീവിതം. ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന പടച്ചതമ്പുരാനെ, ദൈവത്തെ, അള്ളാഹുവിനെ, വിഷ്ണുവിനെ കണ്ടെത്തിയവൻ മനുഷ്യൻ മാത്ര. മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഒരാളും പ്രാർത്ഥിച്ചിരുന്നില്ല, ഒരാളും പള്ളിയും അമ്പലവും ഉണ്ടാക്കിയിരുന്നില്ല. ആ മനുഷ്യ ജീവിതത്തെ തിന്നുക, കിടന്നുറങ്ങുക, കക്കൂസ് പോവുക, ഈ പണി മാത്രം എടുക്കുന്നവരാക്കി ചുരുക്കി കാണുന്ന രക്ഷിതാക്കളെ, നിങ്ങൾ മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ കുട്ടികൾ ഭാവിയിൽ പൊട്ടിത്തെറിക്കുന്ന ഭീകരന്മാരായി മാറും.